ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ക്രൂശിതനായ ഈശോയുടെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. കുറ്റം ചെയ്യാത്ത ദൈവപുത്രനായ ഈശോയെ കുറ്റക്കാരനായി വിധിച്ച് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ ഓർമ്മ പുതുക്കി നാം ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും ഭക്തി ആചാരങ്ങളുമായി നാം ദുഃഖവെള്ളിയാഴ്ച ആഘോഷിച്ചു. എപ്പോഴൊക്കെ നാം കുറ്റം ചെയ്യാതെ കുറ്റം വിധിക്കപ്പെടുമ്പോഴും അന്യായമായി നമ്മിൽ കുറ്റം ആരോപിക്കപ്പെടുമ്പോഴും അന്യായമായി നാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോഴും യേശുക്രിസ്തുവിൽ നാം ഓരോരുത്തരും നിത്യജീവന് അർഹരാക്കപ്പെടുകയാണ്. അതിനാൽ തന്നെ നാം ഓരോരുത്തരും ദുഃഖവെള്ളിയാഴ്ചയുടെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ജീവിതം നൊമ്പരപ്പെട്ട് സങ്കടപ്പെട്ട് കഴിയാതെ ക്രിസ്തുവിൽ ജീവിതം ആഘോഷിക്കുക. ഈശോ ഇപ്രകാരം പറഞ്ഞു, പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? അതിനാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ, അവിടുത്തെ സത്യത്തിൻ്റെ വഴിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് നഷ്ടമാകാവുന്ന സുഖങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. മറിച്ച് നിത്യസൗഭാഗ്യം, സ്വർഗലോകത്തിൽ, സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ, നിത്യ ആനന്ദം ലഭിക്കുന്നതിനു വേണ്ടി നമ്മെ ദൈവം ഒരുക്കുകയാണ്. നാം ഓരോരുത്തരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് എന്ന് ഓർത്ത് യേശുക്രിസ്തുവിൽ നമുക്ക് സന്തോഷിക്കാം. കുരിശിൽ കിടന്ന് തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്ത് എന്ന് അവർ അറിയുന്നില്ല എന്ന് യേശു പ്രാർത്ഥിച്ച് നമുക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തന്നതുപോലെ നമ്മെ വേദനിപ്പിച്ച ഓരോരുത്തരെയും, നമ്മെ ദുഃഖിപ്പിച്ച, നമ്മെ അനാവശ്യമായി വെറുത്ത, നമുക്കെതിരെ കുറ്റമാരോപിച്ച, നമുക്കെതിരെ വിധികൾ നടത്തിയ ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്, ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ഇന്ന് നമുക്ക് ക്ഷമിക്കാം. അവരെ നമുക്ക് സ്നേഹിക്കാം. കർത്താവ് അരുളി ചെയ്തു, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വചനം ഇന്ന് നമുക്ക് അന്വർത്ഥമാക്കാം. ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ഓരോ അനുഭവങ്ങളിലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകട്ടെ. ജീവിതത്തിൽ ഓരോ ദുഃഖവെള്ളിയാഴ്ച അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ നമുക്കായി തുറന്നു തന്ന ഈശോ നമ്മോട് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവിൻ, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും. കുരിശിൻ്റെ ഭാരം അറിഞ്ഞവൻ കുരിശെടുക്കാൻ നമ്മെ സഹായിക്കും. അവൻ നമ്മെ ഒറ്റയ്ക്ക് വിടില്ല. അവൻ നമ്മുടെ കൂടെയുണ്ട്. അതിനാൽ കൂടെയുള്ള കർത്താവായ ഈശോയിൽ നമ്മുടെ ജീവിതം എപ്പോഴും ആഘോഷമാക്കാം. ഇനി പറയുന്ന പ്രാർത്ഥന നിങ്ങളുടെ 3 നിയോഗങ്ങൾ സമർപ്പിച്ച് ആവർത്തിച്ച് വിശ്വാസത്തോടെ ചൊല്ലുക. തീർച്ചയായും കർത്താവിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. ഓ എൻ്റെ രക്ഷകനായ യേശുവേ, അങ്ങയുടെ ദിവ്യഹൃദയത്തിൻ്റെയും വിലയേറിയ രക്തത്തിൻ്റെയും ഏറ്റവും വേദനാജനകമായ അങ്ങയുടെ പീഠാസഹനത്തിൻ്റെയും അങ്ങയുടെ തിരുമുറിവുകളുടെയും അങ്ങയുടെ അതിദാരുണമായ കുരിശു മരണത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയുടെയും യോഗ്യതയാൽ ഇപ്പോഴത്തെ ഈ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ പ്രാർത്ഥന 33 തവണ വിശ്വാസത്തോടെ 33 ദിവസം പ്രാർത്ഥിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും നിങ്ങളുടെ നിയോഗങ്ങളും സാധിച്ചിരിക്കും. കർത്താവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവം ഈ പ്രാർത്ഥന ചൊല്ലുന്ന നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും ദൈവം ഉത്തരം നൽകുകയും ചെയ്യട്ടെ. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാവുന്ന മറ്റെല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്തെത്തിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നായി നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ വേണ്ടി കഴിയുന്നത്ര ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുക. തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. വിശുദ്ധ വാരത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ആമേൻ.